ഹലോ, നമസ്കാരം. ചില കാര്യങ്ങൾ ചോദിച്ചാൽ തെറ്റു പറയരുത്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കെ സുധാകരനെ പ്രസിഡൻ്റാക്കി കൊണ്ടുവരുവാൻ ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അവർ ദിനരാത്രങ്ങൾ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ട് നേടിയെടുത്ത് വന്ന ഒരു ആളാണ് കെ സുധാകരൻ. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചില ആളുകളുടെ പ്രയത്നം തുടക്കം മുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വലിയൊരു ശക്തിയാണ്. കാരണം സുധാകരൻ ഒരു കല്ലുകടിയായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് അവസാനം അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ അതിനുശേഷം സണ്ണി ജോസഫ് വരുന്നു. അതിനുശേഷം ഈ ഇപ്പോഴുള്ള മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നു. എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. കേവലം MLA-മാർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാർ തിരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവ്, ഇനി ഹൈക്കമാൻഡിൻ്റെ അഡ്വൈസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അവിടെ ജനങ്ങളുടെ പൂർണ്ണ സമ്മതമില്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ പൂർണ്ണ സമ്മതമില്ല. ഹൈക്കമാൻഡ് ഒരു കൺക്ലൂഷനിൽ എത്തണു, ഇദ്ദേഹം ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യണു, അത് MLA-മാർ സപ്പോർട്ട് ചെയ്യണു, അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഇവിടെ ഡയറക്റ്റ് ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് യാതൊരുവിധ വോട്ടിംഗ് അവകാശമോ അല്ലെങ്കിൽ അവരെ നേടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇദ്ദേഹം വരുന്നു, ഇദ്ദേഹം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു. എല്ലാ തീരുമാനങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ സമ്മതം വേണം, അല്ലെങ്കിൽ അനുവാദം വേണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് പല കോൺഗ്രസ് പ്രവർത്തകരിലും കോൺഗ്രസ് നേതാക്കന്മാരിലും ഇഷ്ടക്കുറവുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവർ പാർട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് ഒരു കംബാക്ക് ആവശ്യമായതുകൊണ്ടും ആരും സംസാരിക്കാറുണ്ടായിരുന്നില്ല, മിണ്ടാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇവിടെ ആരാണ് സംഘടനയുടെ ചുമതലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾ? ആരാണ് ജനങ്ങളുമായിട്ട് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ആരാണ് ഈ സംഘടനയെ നയിക്കേണ്ടത്? അതൊരു പ്രതിപക്ഷ നേതാവാണോ? അല്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് മറ്റു കാര്യങ്ങൾക്കും സാധ്യമാകുമായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു റോള് വരുന്നില്ല. പക്ഷെ ഇവിടെ സ്വയം പ്രഖ്യാപിത സംഘടനാ ചുമതലയുള്ള ഒരു നേതാവായിട്ട് VD സതീശൻ പെരുമാറുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതിൻ്റെ പരിണത ഫലങ്ങളാണ് ഇന്ന് നാം കോൺഗ്രസ് പാർട്ടിയിൽ അനുഭവിക്കുന്നത്. സണ്ണി ജോസഫിൻ്റെ തീരുമാനങ്ങൾ വരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഇവിടെ പ്രതികരിച്ചത് സണ്ണി ജോസഫ് അല്ല. ആദ്യം പ്രതികരിച്ചത്, ആദ്യം പത്രക്കാർ ഓടിച്ചെന്നത് സണ്ണി ജോസഫിൻ്റെ അടുത്തിട്ടല്ല, VD സതീശൻ്റെ അടുത്തിട്ടാണ്. VD സതീശനാണ് വന്ന് പറയുന്നത് ശക്തമായ നടപടി എടുക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടി? ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നീതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലോ ആണോ നടപടി എടുക്കുക? അതെയോ കേവലം എവിടെന്നെങ്കിലും അശരീരി പോലെ കേട്ട ചില വാക്കുകളുടെ അടിസ്ഥാനത്തിലാണോ? അവിടെയാണ് മറ്റൊരു സാധനം കടന്നു വരുന്നത്. ഒരു പ്രത്യേക ഭംഗിയുള്ള, കേൾക്കാനൊക്കെ വളരെ സുഖമാണ്. എന്താണ്? ധർമ്മത്തിൻ്റെയും നീതിയുടെയും പാത, അല്ലെങ്കിൽ മോറൽ. നമ്മുടെ മോറലിനെ നാം എന്താണ് അതിൻ്റെ ആ പേര് വിട്ടുപോകുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ ഇടപെടൽ ഇദ്ദേഹത്തിന് ആരാണ് അനുവാദം കൊടുത്തത്? പണ്ട് കാലങ്ങളിലായിരുന്നെങ്കിൽ പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ പാർട്ടി പ്രസിഡന്റ്
വരുമെന്ന് പറയുമായിരുന്നു നേതാക്കന്മാർ, അല്ലെങ്കിൽ മന്ത്രിമാർ പോലും. അവരഭിപ്രായം പറയില്ലായിരുന്നു. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി നേതാവ് പറയും. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി അതല്ല നടന്നത്. താൻ തന്നെ പ്രഖ്യാപിത നേതാവായി, പ്രഖ്യാപിത പാർട്ടി പ്രസിഡൻ്റായി നിൽക്കുന്ന അഭ്യാസങ്ങൾ കാണിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്താണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ? ആരാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നത് മാങ്കൂട്ടത്തിനെതിരെ? മാങ്കൂട്ടം ഒരു കുട്ടിയുമായി അല്ലെങ്കിൽ രണ്ടു പേരുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അവരുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളിൽ എന്തിനാണ് പാർട്ടി ഇടപെടുന്നത്? ഇവിടെ പല നേതാക്കന്മാരും ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ലേ? പല നേതാക്കന്മാർ രണ്ടാമത് വിവാഹം കഴിഞ്ഞിട്ടില്ലേ? പല നേതാക്കന്മാർക്ക് പ്രേമമില്ലേ, പ്രണയമില്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നാണോ പറയണേ? പ്രേമിച്ചാൽ കുറ്റമാണോ? സ്നേഹം അത് ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയല്ലേ? ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയും പുരുഷനുമല്ലേ സ്നേഹിക്കേണ്ടത്? അല്ലാണ്ട് ഇവിടെ മറ്റേ ഇത് ആണിനും പെണ്ണിനും ആയിട്ട് നടക്കാൻ വല്ല വ്യവസ്ഥകളും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഗവൺമെൻറ്? അപ്പോൾ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. എന്തിന് ഉത്തരവാദിത്തമില്ലാത്ത പൊസിഷനിൽ നിന്നുകൊണ്ട് കേവലം സംസ്ഥാനത്തിൻ്റെ സഭയ്ക്കകത്ത്, നിയമസഭയ്ക്കകത്ത് മാത്രം നേതാവായിട്ടിരിക്കേണ്ടയാൾ, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഉന്നയിക്കേണ്ടയാൾ അകത്ത്, നിയമസഭയ്ക്കകത്ത് പുറത്തെ കാര്യങ്ങൾ എന്തിനാണ് ഇടപെട്ടെ? പുറത്തെ കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? താനാണ് സർവ്വതമെന്ന് കാണിക്കാനായിട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആളുകളെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തിരികെ കയറ്റി ചെയ്യുന്നതാണോ കാര്യമായിരിക്കണേ? താങ്കളുടെ കൺട്രോളിലുള്ള ഗ്രൂപ്പും ഫാൻസ് ബേസും അത് ലീഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ എങ്ങനെയുള്ള ആളുകളാണെന്നുള്ള വ്യക്തമായിട്ട് അറിയാം നമുക്ക്. ഓക്കെ, അപ്പോൾ താങ്കൾ ഒരു പ്രഖ്യാപിത രാജാവായിട്ടാണ് പെരുമാറിയത്. ഞാൻ വി.ഡി. സതീശനോട് തന്നെയാണ് പറയുന്നത്, താങ്കൾ ചെയ്തത് ശരിയല്ല. താങ്കൾ ഒരിക്കലും ഇത്രയും കഷ്ടപ്പാടോടുകൂടി, ശക്തിയോടുകൂടി അവൻ്റെ ജീവിതത്തിൽ അവൻ കൊടുക്കാവുന്നത് മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി കൊടുത്തു. ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടു. അവൻ്റെ തല്ല് താങ്കൾ മേടിച്ചില്ല. അവൻ കൊണ്ട അടി താങ്കൾ മേടിച്ചില്ല. പക്ഷേ അവൻ കൊണ്ട അടിക്കും താങ്കൾ നേടി, താങ്കൾക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ എന്നെയും കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിണ്ടാണ്ടിരുന്നതാണ്. ഈ പാർട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരട്ടെ, തിരിച്ചു വരട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കളുടെ സഹോദരനെ ആരെങ്കിലും, സ്വന്തം സഹോദരനെ, രക്തബന്ധത്തിലുള്ള അമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരനെ തല്ലിയാൽ, ഉപദ്രവിച്ചാൽ, ആരോപണം വന്നാൽ, നീ കുടുംബത്തിന് പുറത്ത് പോടാ, നീ നിൻ്റെ സത്യം തെളിയിച്ചു വാ എന്ന് രാമൻ സീതയോട് പറഞ്ഞതുപോലെ ചെയ്യൂ? താങ്കൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഓക്കെ, ഞാൻ ഈ സീതാരാമൻ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് മറ്റേ സാധനം വന്ന് രാമായണത്തിലെ രാവണൻ്റെ കഥ പറഞ്ഞത്. രാമായണം എന്തെന്നറിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുതായിരുന്നു. ഓക്കെ, പല താരസുന്ദരികളും പല പ്രഖ്യാപിതമായ നയങ്ങളുമായിട്ട് വരാറുണ്ട്. പക്ഷേ താരകങ്ങളും സുന്ദരിമാരും ഒന്നും ഈ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ സ്വാധീനിക്കാൻ സാധ്യമല്ല. എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചാലും, എന്തെല്ലാം നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാലും ഇതൊന്നും ഇവിടെ വില പോകില്ല. ഇവിടെ ബുദ്ധിയും വിദ്യാഭ്യാസവും വിവേകവുമുള്ള കാര്യങ്ങളെ കണ്ട് പരിജ്ഞാനത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ അധിവസിക്കുന്ന ഭൂമി തന്നെയാണ് കേരളം. പക്ഷെ ഭൂരിപക്ഷം കുറവായിരിക്കും അവർക്കല്പം ഭൂരിപക്ഷം കുറവായിരിക്കും. കാരണം ബുദ്ധിയുള്ള അധികം ആളുകളെ ദൈവം ഒരു സ്ഥലത്തും കൊടുക്കാറില്ല. കാരണം എന്നാണെന്നറിയാമോ? അതിന് വേറെ പല കാരണങ്ങളുണ്ട്. ഓക്കെ, കാരണം നിങ്ങളെക്കൂട്ടുള്ളവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല. അപ്പോൾ അതിബുദ്ധി കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിബുദ്ധി കാണിക്കാൻ നിൽക്കരുത്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ പുറകിൽ നടന്ന വലിയ കള്ളത്തരങ്ങളെക്കുറിച്ച് അല്പസ്വല്പം അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കുണ്ട് പരിചയക്കാർ സ്റ്റേറ്റ് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും
ഒക്കെ ആളുകളുണ്ട്. ആരുടെയും പേര് പറയാൻ ഉദ്ദേശമില്ല, ഒരു മനുഷ്യൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമായി രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്തേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനുള്ള കളികൾ തുടങ്ങിയിരുന്നു. പിണറായിയുടെ കളികളല്ല ഇത് യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന് ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അദ്ദേഹം ജയിക്കുന്ന വഴികൾ വേറെ രീതിയിലാണ്. അദ്ദേഹമായിരുന്നില്ല ഇതിൻ്റെ പുറകിലെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. പേര് പറയേണ്ട ആവശ്യമില്ല. അടുത്ത മുഖ്യമന്ത്രി പദം ലക്ഷ്യമാക്കി നടക്കുന്ന ചില കളികൾ മാത്രമായിരുന്നു. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അറ്റാക്ക് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വന്നപ്പോൾ അതിൽ ഉൾപ്പെട്ട ആളുകൾ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ചിലരുടെ പത്നികൾ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ഇവർക്ക് പ്രത്യേക ഒരു കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നടത്തി കിട്ടുന്നതിന് വേണ്ടി പ്രതിഷേധം വരുന്ന ഒരേ ഒരു ഏരിയ ഉള്ളൂ യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ. അതിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടം. അവനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയാൽ ബാക്കിയുള്ളവരെ ആരെയും കൗണ്ടർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള വളരെ കൃത്യമായ പ്രവൃത്തിയായിരുന്നു ഇത്. ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു, ഒറ്റുകൊടുക്കലായിരുന്നു. എങ്ങനെയാണെന്ന് കാര്യങ്ങൾ പറയാം. ഏകദേശം ഞാൻ ആ നമ്പറൊന്നും പറയണില്ല, കേട്ടാൽ ഞെട്ടും. രാഹുലിനെതിരെ കോൺഗ്രസിൻ്റെ അകത്ത് ആളുകൾ കൊണ്ടു നടക്കുന്ന ആരോപണങ്ങളുടെ തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ പ്രൊപ്പഗണ്ട അങ്ങ് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അവൻ ഇന്ന മാതിരിയാണ്, അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഓരോരുത്തരുടെ അടുത്തും കുശലം പറഞ്ഞ് ഈ എന്താ പറയുക, തലയണ മന്ത്രം എന്ന് പറയില്ലേ എന്ന രീതിയിൽ പ്രചരിപ്പിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അവനെക്കുറിച്ച് മ്ലേച്ഛത തോന്നുന്ന രീതിയിൽ, അവനെ കാണുന്ന രീതിയിൽ ആളുകൾ പെരുമാറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അവൻ അറിയാമോ എന്നുള്ള അറിയില്ല. പക്ഷെ അവനെ ആ രീതിയിൽ ആക്കിയെടുത്തു ഒരു വർഷത്തെ കാലഘട്ടത്തിൻ്റെ അടുത്ത്. ഏകദേശം വലിയൊരു സംഖ്യയൊക്കെയാണ് പറഞ്ഞ് ഇത്രയും ആളുകളായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇവരുടെ പ്രചരണം. ഇതിന് ചുക്കാൻ പിടിച്ചത് ആരാണ്? കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് അടുത്ത കാലത്ത് വിട്ടുപോയ ഒരാൾ, കോൺഗ്രസിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാൾ. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ മറ്റൊരു പാർട്ടിയുടെ IT സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും ലീഡേഴ്സായിട്ടുള്ള സെക്രട്ടറിമാരും ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെ സ്വാധീനിച്ച് ചിലരെയൊക്കെ ചില MLA സ്വാധീനിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ. പക്ഷേ ചിലർക്കൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അല്പം സ്വല്പം ബുദ്ധി സൂക്ഷിക്കുന്നവർ ചുമ്മാ ഇങ്ങനെ വന്നാൽ, കാരണം ആ പയ്യനെ കണ്ടാൽ അങ്ങനെ പറയുമോ, അവന് ചിലപ്പോൾ ഒരു പ്രേമം കാണുമായിരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇഷ്ടം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്യാണോലയം നടത്തിയിട്ടുണ്ടായിരിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അവനൊരു അപ്പനില്ല, അവന് അമ്മയും ഒരു പെങ്ങളേ ഉള്ളൂ. അവന് വേണ്ടി കല്യാണം ആലോചിക്കണമെങ്കിൽ അമ്മയും പെങ്ങളും നടന്ന് കല്യാണം ആലോചിക്കാൻ പറ്റില്ല. ഓക്കെ, മാട്രിമോണിയിൽ അപേക്ഷിക്കേണ്ട കാര്യമില്ല. അവനൊരു നേതാവാണ്, എല്ലാവരും അറിയപ്പെടുന്നതാണ്. അപ്പോൾ അവൻ ആരോടെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അവനെ കബളിപ്പിക്കാനായിട്ട്, പറ്റിക്കാനായിട്ട് മുന്നമേ പ്ലാൻ ചെയ്ത് ഈ ഒരു ഭാഗമായി വന്നുകൊണ്ട് ഒരുത്തി കൂട്ടുകൂടിയിട്ട്, കാരണം ഒരു സ്ത്രീയുടെ വോയിസ് റെക്കോർഡിംഗ് പുറത്തു വന്നപ്പോൾ ഇനി അത് മാങ്കൂട്ടമാണ് സംസാരിക്കുന്നതെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ തന്നെ ആ സ്ത്രീയുടെ ഭാഗത്ത് വന്ന ആ വോയിസുകൾ പരിശോധിച്ചാൽ വളരെ പ്രീ പ്ലാൻഡായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുകയാണ്. കൊത്തടാ, നീ കൊത്ത്, നീ എൻ്റെ കൊച്ചിനെ കൊല്ലും. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് അറിയാതെ വരുവാണ്, കൊല്ലണമെങ്കിൽ എനിക്ക് എത്ര സമയം വേണം? ശരിയല്ലേ അവൻ ചോദിച്ചത്?
അവൻ അങ്ങനെ ഒരു ഇൻഡക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അവൻ ആ കൊല്ലണമെന്നുള്ള ആഗ്രഹമേ അവൻ്റെ മനസ്സിലില്ല. അങ്ങനൊരു ചാലഞ്ച് അവനിൽ ഉണ്ടെങ്കിൽ അവനത് പറയണ്ട, പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ ഈ കൊച്ച് ചോദിച്ചതിന് അവൻ കൊടുത്ത മറുപടി അവനത് അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിന്നെ സംരക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, നമുക്കിതിനൊരു സൊല്യൂഷൻ വേണ്ടേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സൊല്യൂഷൻ എന്നാ? ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. അപ്പോൾ അവൾ പറയുകയാണ് വേണ്ട. അതെന്താ പോലും അങ്ങനെ പറഞ്ഞേ? ഒന്നില്ലെങ്കിൽ ഗർഭം ഇല്ല, മറ്റൊന്നുണ്ടെങ്കിൽ ഗർഭം ഉണ്ട്, ഇവൻ്റെ അല്ല. ഈ രണ്ട് കാരണം കൊണ്ടല്ലേ വേണ്ടാന്ന് പറയുള്ളൂ ഒരു സ്ത്രീ. അല്ലെങ്കിൽ ആ സ്ത്രീ അവൻ്റെ ഗർഭമാണെങ്കിൽ അത് ഏറ്റെടുക്കണ്ടെന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. കാരണം എന്നാ, അവൾ അത്രയ്ക്കൊരു പാനിക് സിറ്റുവേഷനിലായിരിക്കും. പക്ഷെ ഇവളൊരു പാനിക് സിറ്റുവേഷനിലാണോ? ഞാൻ നോക്കിക്കൊള്ളാന്നേ, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു പെണ്ണ് പറയുമ്പോൾ ചുരുങ്ങിയത് ആ പെണ്ണിൻ്റെ പുറകിൽ ആളുകൾ വേണം. ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിൽ ഒരു രണ്ടുപേര് സ്നേഹിച്ച് അവർക്ക് കുട്ടികളാവാൻ പോകുമെന്ന് ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടി ഒരിക്കലും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും സംസാരിക്കില്ല, ദേഷ്യത്തോടും സംസാരിക്കില്ല. കാരണം ദേഷ്യത്തോടു കൂടിയേ സംസാരിക്കില്ല. കാരണം തൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ്, അല്ല അപ്പനാണ്, തൻ്റെ കൊച്ചിൻ്റെ അപ്പനാണ് എന്ന ലെവലിലേ സംസാരിക്കുള്ളൂ. യഥാർത്ഥമായിട്ട് സ്നേഹിച്ച, ജീവിക്കാൻ ഒരുമിച്ച് ആഗ്രഹിച്ച, അല്ലെങ്കിൽ നല്ല റിലേഷനിൽ പോയ ആൾ അബദ്ധത്തിലാണെങ്കിലും ഒരു കുട്ടി വന്നാൽ അവർ പറയുക രാഹുലേട്ടാന്ന് വിളിക്കുള്ളൂ. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടല്ലോ, നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നും അവളാണ് ഇങ്ങോട്ട് ചോദിക്കേണ്ടത്. പക്ഷെ അവൾ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെന്നെ കാണാൻ വന്നാൽ കൊല്ലാനല്ലേ, തല്ലാനല്ലേ, അത് ചെയ്യില്ലേ, ഇത് ചെയ്യില്ലേ, നിങ്ങളൊന്നും എന്തൊക്കെയാണ് ആ കുട്ടി പറയുന്നത്? പറയിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ ബുദ്ധിയുള്ള കുറച്ചാളുകൾ ജീവിക്കുന്ന ഭൂമി കൂടിയാണ് മലയാള കേരളമെന്ന് ചിലരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരോടും പറയണില്ല, തലയ്ക്കകത്തുള്ളവർ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ അതിബുദ്ധി കാണിക്കല്ലേ ദീശ. പണ്ട് മോഹൻലാലിൻ്റെ സിനിമയുണ്ട്, മോനെ ദിനേശ, കളി എന്നോട് വേണ്ടാന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടുകാരോട് മുഴുവൻ കളിക്കാൻ നിൽക്കല്ലേ. താങ്കളുടെയൊക്കെ അഭ്യുതകാംക്ഷി ആണ് എന്ന് ഇടയ്ക്കൊക്കെയോ തോന്നിപ്പോയായിരുന്നു, എപ്പോഴൊക്കെയോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി താങ്കൾ പണ്ട് മുതൽ കരുണാകരനെ നല്ലോണം ഉപദ്രവിച്ചൊരു വ്യക്തിയാണ്. നേതാക്കന്മാരെ തെറി പറഞ്ഞ് തന്നെ വന്ന ആളാണ്. അതൊക്കെ മാറ്റി വെച്ചോട്ടെ. താങ്കൾ സഭയ്ക്കകത്ത് എടുക്കുന്ന എന്തായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം? സഭയ്ക്കകത്ത് അനേക ഇഷ്യൂസ് ചർച്ച ചെയ്യും, പക്ഷെ പുറത്ത് വന്നിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞാൻ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കഴിഞ്ഞ 2021-22 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അതോടുകൂടി പുള്ളി വാട്സപ്പും പരിപാടിയൊക്കെ ക്ലോസ് ചെയ്തങ്ങ് പോയി. കാരണം അന്ന് ഈ സരിനൊക്കെ കോൺഗ്രസ്സിലുണ്ട്, സരിനൊക്കെ അടിമേടിച്ച് തൃശ്ശൂരിൽ അടിമേടിച്ച് കിടക്കുന്നുണ്ട്. സരിനൊക്കെ വേണ്ടിയിട്ടാണ് വിളിച്ച് പറഞ്ഞത് ഞങ്ങളിവിടുന്ന്. അവിടെ രാഹുൽ മാങ്കൂട്ടവും നമ്മുടെ മറ്റ് പല വിഷ്ണുനാഥിനെയൊക്കെ വണ്ടി കയറ്റുന്ന രീതിയിലൊക്കെ അവരാക്രമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വാ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് വിളിച്ച് പറഞ്ഞതാണ്. അതോടുകൂടി വാട്സപ്പ് പൂട്ടിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞേക്ക്, ഇവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കോൺഗ്രസ്സിൽ ഇന്ന് സത്യത്തിൽ ഈ മുതിർന്ന നേതാക്കളിൽ ആരും തന്നെ ഇല്ല. അല്പം എങ്കിലും അതിന് യോഗ്യൻ കെ മുരളി തന്നെ. പക്ഷേ പുള്ളിയുടെയും ചില സംസാരങ്ങൾ, ചില രീതിയിൽ ചില സ്രാവങ്ങൾ വന്നത് ശരിയല്ല. രാഹുലിനെ ആദ്യം സപ്പോർട്ട് ചെയ്ത് വന്നു, പക്ഷേ പുള്ളി ഈ വോയിസുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കും പരിഭ്രാന്തമായി. പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിച്ചില്ല, എടാ ഇങ്ങനെ ഒരു പ്ലാനിങ് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല കോൺഗ്രസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്ലാനിങ് നടക്കുമെന്ന്. വളരെ കൃത്യമാണ്, പ്ലാനിങ്ങാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആന്ധ്ര വിഭജിച്ചതിന് ശേഷം കോൺഗ്രസ്സിന് അവിടെ ഭരണം നഷ്ടപ്പെട്ടു. എവിടെയാണ്? തെലുങ്കാനയിലും ആന്ധ്രയിലും കോൺഗ്രസിന് ഭരണമില്ല. 10 വർഷം തെലുങ്കാനയിലെ ഭരണമില്ലാതെ കോൺഗ്രസ് ഇരുന്നു. അവിടെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു
ചെറുപ്പക്കാരനെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അവിടെ കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. രേവന്ത് റെഡ്ഡിയുടെ പ്രവർത്തനത്തിലാണ്. ഇതേ കണ്ണായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ ഗാന്ധി കൊടുത്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. അടുത്ത മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടമായിരിക്കുമെന്നുള്ളത് ഇൻറ്റേർണലി ഒരു ക്ലൂ എവിടെന്നോ ആർക്കോ കിട്ടിയിട്ടുണ്ട്. അതിനൊരു സാധ്യത ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സർക്കിളിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാങ്കൂട്ടത്തിന് ഒതുക്കാൻ കാരണം. ഒരു ചെറുപ്പക്കാരൻ ഈ വയസ്സന്മാരുടെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് രാഹുൽ ഗാന്ധി ഇവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഇനി ഈ വയസ്സൻ പടകളെ കൊണ്ട് സാധ്യമില്ല. ചെറുപ്പക്കാർ വരണം, രേവന്ത് റെഡ്ഡിയെക്കൂട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം. കോൺഗ്രസ്സിന് നാളത്തെ ഒരു തലമുറ, നല്ലൊരു ഒരു ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ അങ്ങേര് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അങ്ങേര് 2014-9 ശേഷം പ്രധാനമന്ത്രിയാവാൻ അവസരം ഉണ്ടായിട്ടാവാത്തത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു സമയമായിട്ടില്ല. അദ്ദേഹം പ്രവർത്തിക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി, പാടത്തിറങ്ങി, പറമ്പിലിറങ്ങി, വർക്ക്ഷോപ്പിൽ ജോലിയെടുത്ത്, ബസ് ഓടിച്ച്, ലോറി ഓടിച്ച്, ലോകം മുഴുവൻ സഞ്ചരിച്ച് ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തൊട്ട് 2014 തൊട്ടേ കള്ളത്തരത്തും കാണിച്ച കയറി പോന്നേക്കണേ. അതേതായാലും അവസാനം പിടിച്ചു. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം രാജ്യം ഏറ്റവും ഭയാനകമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ US-ൻ്റെ താരിഫ് നിൽക്കുന്നു. ഇന്ത്യൻ വ്യവസായങ്ങൾ, തുണി വ്യവസായങ്ങൾ മുഴുവൻ തകരും. കാരണം ഏറ്റവും കൂടുതൽ US-ലേക്ക് കയറ്റി അയക്കുന്ന തുണി വ്യവസായങ്ങളാണ്. പിന്നെ അല്പം അരികളും മറ്റുള്ള സാധനങ്ങളുമാണ്. ടെക്നോളജി, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന തുണി വ്യവസായത്തിനായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇന്നൊരു വിഷയമല്ല. പുള്ളി മൈൻഡ് ചെയ്യണമില്ല. രാജ്യം തൊഴിൽ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരാൻ പോവുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി അനേക ചെറുപ്പക്കാരെ കൊണ്ടുവന്നു. രമ്യ, ഇങ്ങനെയുള്ള നമ്മുടെ പാലക്കാട് MLA, MP, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ. അപ്പോൾ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവരിൽ ഒരാളെ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടിട്ടുണ്ട്. ആ കണ്ടയാളെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തെറിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്തേക്കണേ? ഒരു ആരോപണം മാത്രം, അതും ഒരു എവിഡൻസും ഇല്ലാത്ത. എന്താണ് എവിഡൻസ്? ഒരു ക്ലിയർ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്ത, ഒരു FIR ഇല്ലാത്ത, ഒരു കോടതി വിധി ഇല്ലാത്ത, ആർക്കും ആകാശത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ആരുടെ ചാനലിൽ കയറിയിരുന്നാണ്? പീഡന വീരന്മാരുടെ ചാനലിനകത്ത്. പുറത്തേക്ക് വന്നു. ഞങ്ങൾ 1, 2, 3 ഇപ്പോൾ ഇടാന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ വന്നു. പിന്നെ കാട്ടുകള്ളൻ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം മാറ്റിവെച്ച തടിക്കഷ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകളുടെ ചാനൽ, എപ്പോഴും അപവാദങ്ങളുണ്ടാക്കുന്ന മൊട്ടയുടെ ചാനൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന ആരോപണത്തിനാണ് ഊട്ടി വരികയാണ്. ഞങ്ങൾ അഭിമാനികളാണ്, ഞങ്ങൾ ധാർമ്മികതയുടെ രാജാക്കന്മാരാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ കർശനമായ തീരുമാനം. ആരാണ്? അമ്പട, അത്രയ്ക്കായോ? MLA സ്ഥാനം രാജിവെക്കണം. അപ്പോഴത്തേക്കും ഇവിടെ ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യം പിടികിട്ടി. എടാ, ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ, ചെറുക്കനെ പണി കൊടുക്കുകയാണല്ലോ, ചെറുക്കനായിട്ട് പണിയാണല്ലോ. ചെക്കൻ്റെ ആൾക്കാർ വിടുവോ? ചെക്കൻ്റെ ആൾക്കാരല്ല ആക്ച്വലി. സത്യത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനെ ആരാധിക്കുന്ന, കോൺഗ്രസിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രചരിപ്പിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാർ, ചതിയും വഞ്ചനയും അറിയില്ലാത്തവർ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അമ്മയും പെമ്മന്മാരും അടക്കം പാലക്കാടുനിന്നും അവിടുന്നും ഇവിടുന്നും എല്ലാം, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് വരെ ആളുകൾ വിളിച്ച് പറയാൻ തുടങ്ങി, ഞങ്ങളുടെ കൊച്ചിനെ കൊടുക്കുകയാണ്, പെടുത്തിയതാണെന്ന്. അതിനു മുമ്പേ ഇവിടെ പരിപാടികൾ ഒപ്പിച്ചു കഴിഞ്ഞു.
അവനോട് പറഞ്ഞു, എടാ നീ ഒന്ന് ഇത് ഈ പ്രഷർ അവന് കൊടുത്തു ഓൾറെഡി, പക്ഷേ രാജിവെക്കാനൊന്നും പറഞ്ഞില്ല, നിൻ്റെ സൗകര്യം അനുസരിച്ച്. അവനത് ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് അവനത് ചെയ്തു. പക്ഷേ അവനൊരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നെടുത്ത് അവനെ പള്ളക്കളയും, അല്ലെങ്കിൽ അവനോട് മുഖ്യ MLA സ്ഥാനം രാജിവെക്കും. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത് തുടങ്ങി. അപ്പോൾ അടുത്ത് തുടങ്ങിയപ്പോൾ വേറെ കുറേ സാധനങ്ങളാണ്, കുറച്ച് വെളുത്ത ചിരിയൊക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ വീണ്ടും വരാൻ തുടങ്ങി പോസ്റ്റുകളുമായിട്ട് ചെറുക്കനെതിരെ. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ ആദ്യം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾ രാഹുൽ മാങ്കൂട്ടാണ്. അവനതിനുള്ള കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട്. മനസ്സിലായില്ലേ? ഒരുത്തനെയും അവൻ മുമ്പിൽ കുനിയാൻ നിന്നിട്ടില്ല. അവൻ ബഹുമാനിച്ചിട്ടുള്ളൂ അവൻ്റെ നേതാക്കന്മാരെ. ഈ നേതാക്കന്മാർക്ക് അല്പമെങ്കിലും ഒരു മനസാക്ഷിയോ മനസ്സിനൊരു കുത്തലോ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ 2 പെണ്ണുങ്ങളുണ്ടെന്നുള്ള ഓർമ്മ വേണ്ടേ? ഭർത്താവില്ലാത്തൊരു സ്ത്രീയല്ലേ അവൻ്റെ അമ്മ? അവനൊരു അപ്പനില്ലാത്തവനല്ലേ? അവനും മാനക്കേടും അപമാനവും ഉണ്ടാവും എന്നുള്ള ഓർമ്മ വേണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്നാ ഉള്ളത്? അത് വലിയൊരു ഇഷ്യൂ ആണോ? ലോകം മുഴുവൻ ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നാ? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. ഇത് തന്നെയാണ് കാര്യം. അതൊരു ന്യൂ ജനറേഷൻ കൾച്ചറായി മാറിയിരിക്കുകയാണ്. ഈ കൾച്ചറിനെ അംഗീകരിക്കുന്ന ആളുകളല്ലേ നിങ്ങളെല്ലാം. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരും ചുംബന സമരം അതിന് ഉത്തമ ഉദാഹരണമല്ലേ? ആരെ വേണമെങ്കിലും ചുംബിക്കാം, പക്ഷെ മോറൽ ഞങ്ങൾ ഇനിയും നോക്കും. ആർക്കും ആരെയും ചുംബിക്കാം, പക്ഷേ മോറൽ പോലീസിങ് ഇപ്പോഴും ഉണ്ടാവും. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ വാക്കിനും വിലയില്ല. ഞാൻ ഇതിൽ നിങ്ങളെയൊന്നും കൊടുത്ത് കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കൊക്കെ വടി ഇട്ട് തന്നതാണ്, മനസ്സിലായില്ലേ? CPM ഞാൻ ഇതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തുന്നില്ല. CPM ഞാൻ അഭിനന്ദിക്കണുള്ളൂ ഈ കാര്യത്തിൽ. കാരണം എന്നാ? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ നേരിൽ ആരോപണം വന്നപ്പോൾ തള്ളിക്കളഞ്ഞില്ല, ചേർത്ത് നിർത്തി. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും ചേർത്ത് നിർത്തി. അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നേ. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ സതീശൻ്റെ ബ്രദറിനെ ആരെങ്കിലും ഇങ്ങനെ അപമാനിച്ചാൽ നീ പോടാ ഒരു ചവിട്ടും കൊടുത്ത് ഇറക്കി വിടുമോ? ഇല്ല ചേട്ടാ, നമുക്ക് നോക്കാം, നമുക്ക് വഴികൾ നോക്കാം എന്നേ പറയുള്ളൂ. അത്രയും നമുക്കിവിടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഈ ചെറുക്കനെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അപ്പോൾ സതീശൻ്റെ കൂടെ കൂടിയിട്ടുള്ളവരും ഒന്ന് ഓർത്തു വെച്ചോ, അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട്. ഓക്കെ, എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ മനസ്സിലായി. താങ്കൾ എത്ര പഠിച്ചാലും വായിച്ചാലും താങ്കൾക്ക് മനസ്സിലാവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടത്. കുടുക്ക് വഴിയിൽ അധിക നാൾ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. കഠിനാധ്വാനം തന്നെ വേണം. കഠിനാധ്വാനം ചെയ്തവരായിരുന്നു താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ പയ്യനടക്കം, ഈ രാഹുൽ അടക്കം ഓടി നടന്ന് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവന് MLA സ്ഥാനം കിട്ടിയത്, അല്ലാണ്ട് ആരുടെ ഔദാര്യമല്ല. ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇത്ര കോടി രൂപ അവന് വേണ്ടി ചിലവാക്കി. താങ്കളുടെ പോക്കറ്റിൽ നിന്നാണോ? പാർട്ടിയുടെ ഫണ്ടല്ലേ? ഇത്ര കോടി രൂപ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് പാർട്ടി ഫണ്ടല്ലേ യൂസ് ചെയ്തത്? അപ്പോൾ സ്വന്തം ഫണ്ടാണോ യൂസ് ചെയ്തത്? അല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ്റെ അധ്വാനത്തിൻ്റെ അവൻ്റെ കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് അവന് ലഭിച്ചത്. ഓക്കെ, അത് അംഗീകരിച്ചു കൊടുക്കുക. അല്ലാതെ എൻ്റെ ഔദാര്യമാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരോട് കാണിക്കുന്ന അനീതിയാണ്. ഞാനിത്തെ കടുത്ത ഭാഷയിലേക്കൊന്നും പോയിട്ടില്ല, വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലേ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാ കോൺഗ്രസ്സുകാർക്കും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തണ സ്വഭാവമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് കൂടെ കെട്ടിപ്പിടിച്ച് കൂടെ നിൽക്കണം. എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം. പാതിരാത്രിക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഷർട്ടിട്ടോ മുണ്ടെടുത്തോ ഷഡ്ഡിട്ടോ എന്ന് പോലും നോക്കാതെയാണ് ഇറങ്ങിപ്പോയത്, പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയത്. അവന് ആക്രമണം നേരിട്ടു,
CPM ആക്രമണം നേരിട്ടു എന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ, അതാ ഒരു കോൺഗ്രസ് ഓടിച്ചെല്ലും, കെട്ടിപ്പിടിക്കും, ആശ്വസിപ്പിക്കും, കൂടെ നിൽക്കും. അവൻ്റെ MLA അവനോട്, ഞാൻ MLAയുടെ പേരൊന്നും പറയാനുള്ള സ്ഥലവും പറയണില്ല, ഓക്കെ, അവൻ്റെ MLA അവനോട് പറഞ്ഞു ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പയ്യന് സംശയം. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞില്ലടാന്ന് പറഞ്ഞു, അത് മതി എന്ന് പറഞ്ഞു. അതാണ് അല്ല, നീ അത് അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ആയത്, അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊന്നും ആരും ചോദിച്ചില്ല. കേട്ടല്ലോ, സ്നേഹമുള്ള ആളുകളെ അങ്ങനെയാണ്. കോൺഗ്രസ്സിന് സ്നേഹം വേണം. കോൺഗ്രസ്സിന് കപട സ്നേഹം ഇല്ല, അത് തെളിഞ്ഞു വരും. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ ദിവസം, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആണ്, ധൈര്യശാലികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കോൺഗ്രസ്. കോൺഗ്രസ് ആവാൻ ശ്രമിക്കുക. കേട്ടല്ലോ, ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട, പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തോ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.